രാവിലെ 9:30 എണീക്കാൻ നല്ല ലേറ്റായി. സംഭവം എന്താണെന്നറിയോ, ഇതിനിടയിൽ ഈ 2-3 മണിക്ക് പിന്നെ കണ്ണ് തുറന്ന് എണീക്കും. അതാണ് വേറൊരു പ്രശ്നം. പിന്നെ ഇന്നലെ കറണ്ടും കൂടെ പോയി, അപ്പം ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ കുറച്ചധികം ഉറങ്ങിയിട്ട് വന്നു. അപ്പോൾ എന്തായാലും വേറൊരാളെ കാണിച്ചു തരാം. രാവിലെ എണീറ്റ് കിടപ്പുണ്ട്, പക്ഷേ എനിക്ക് പോവുകയോ ഒന്നുമില്ല. അടുത്ത് അങ്ങനെ കിടക്കും, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അപ്പോൾ എന്തായാലും ഞങ്ങൾ എനിക്ക് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പല്ല് തേപ്പ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടയിൽ എൻ്റെ മോക്കൊരു 100 ഡൗട്ടാണ് ഓരോ കാര്യങ്ങൾക്കും. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, ഇങ്ങനെ പുറകെ നടന്ന് ചോദിച്ചോണ്ടിരിക്കുക. എന്താണമ്മ അതെന്ത്, ഇതെന്ത്, അതെന്ത്. ഇനി അടുത്ത ഞങ്ങളെ പ്രധാന പരിപാടിയാണ് വെയിൽ കൊള്ളൽ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനും അവൾ നല്ലപോലെ വെയിൽ കൊള്ളൂട്ടോ. രാവിലത്തെ വെയിൽ അതാണ് ഈ കാണുന്നത്. കുറേ സമയം നിൽക്കും, എന്നിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതിനിടയിൽ അമ്മ അവിടെ തകർത്ത ഫോൺ സംസാരമാണ്. അപ്പം എൻ്റെ അമ്മീനെ കണ്ട തറയെ വീടിട്ട് തോർത്ത് അതിൽ തുടച്ച് അമ്മയ്ക്ക് ഇനി കഴുകണം. ഞാൻ എൻ്റെ തോർത്തേക്ക് തുടയ്ക്കാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ തുടച്ച് പാവല്ലേ അമ്മ. അപ്പം അമ്മക്ക് പ്രഗ്നൻ്റാണ്. അപ്പം അമ്മക്ക് പ്രഗ്നൻ്റ് അയച്ചാൽ അമ്മയ്ക്ക് പ്രഗ്നൻ്റ് അയച്ച അമ്മയ്ക്ക് ബേബി വരുന്നു. നമ്മളെ പറ്റി പാവല്ല. ഫുഡ് കഴിക്കണമെന്ന് ഫുഡ് കഴിക്കണം, പിന്നെ മേക്കപ്പ് ഇടണം, ഫുഡ് കഴിക്കണം. വെറും കുസൃതി കൊടുക്കെന്ന് പറഞ്ഞാൽ പോരാ, കുസൃതിയുടെ അങ്ങേ അറ്റമാണ്. പിന്നെ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അയ്യോ അതൊരു സംഭവമാണ് കേട്ടോ. എല്ലാ വീട്ടിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിവിടെ ഉച്ചക്കത്തെ ഫുഡിനുള്ളത് എല്ലാം അരിഞ്ഞു പറക്കി വെച്ചിട്ട് മാതാശ്രീയുടെ പരിപാടി എന്താണെന്ന് കാണണ്ടേ. എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. ഫോണിനകത്താണ് കേട്ടോ. ഫോൺ കിട്ടിയാൽ ഫോണിനകത്താണ്. അപ്പം രാവിലത്തെ ഫുഡ് എടുക്കട്ടെ. അമ്മ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ആക്കില്ലേ, അമ്മ ഇങ്ങനെ ആക്കില്ലേ, 2 കൈ കൊണ്ട് നോക്ക് ഇങ്ങനെ. ഞാൻ പറയും എന്റെ പൂച്ച വന്നില്ല. ഇത് വേറെയാണ് കേട്ടോ, അതല്ല തെറ്റിദ്ധരിച്ചു വന്ന് നിൽക്കണണ്ട. അവളെ ശത്രു പൂച്ചയൊക്കെ പറഞ്ഞ് എറിയാൻ കണക്കിന് വന്ന് നിൽക്കുകയാണ്. എൻ്റെ ഫുഡിങ് പരിപാടിയും കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു ഉച്ചത്തെ. അപ്പോൾ ഇതിനിടയിലുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും ഫോൺ വെച്ച് നടക്കാൻ പറ്റില്ല. കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുക, അത്രയാണ്. അപ്പോൾ വരുന്നത് ഫുള്ളായിപ്പോയി. അപ്പം ഫുഡ് കഴിച്ച ഒരു ക്ഷീണം ഉണ്ടല്ലോ, ഉണ്ടാൽ ക്ഷീണം ഉറങ്ങിയാൽ തീരുമെന്നോ അങ്ങനെ എന്തോ പറയുക, എനിക്കറിയില്ല. പറഞ്ഞത് തെറ്റിപ്പോൾ എന്തായാലും പഴഞ്ചൊല്ല് അതാണ്. അപ്പോൾ ഇനി ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഇതിപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും ഉച്ച സമയത്ത് മലയാളം മൂവീസ് കാണുന്നത് എൻ്റെ ഒരു പതിവാണ്. മലയാളം അല്ലെങ്കിൽ തമിഴ്, ഇത് രണ്ടും കുറച്ച് പഴയതായിട്ടുള്ള മൂവീസ്, ഫണ്ണി മൂവീസൊക്കെ കാണും ഞാൻ. ഇന്ന് ചുമ്മാ അടിച്ചപ്പോഴത്തേക്ക് എക്കോ മൂവി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിതുവരെ അത് കണ്ടില്ല, നെറ്റ്ഫ്ലിക്സിലുണ്ട്, പക്ഷേ ഞാനിതുവരെ അത് കാണാൻ വേണ്ടി ഇരുന്നില്ല. നമുക്ക് നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കുമല്ലോ മൂവി കാണുന്നത്. അപ്പോൾ ഒരു സൈഡിൽ അതും കൂടെ കാണുന്നുണ്ട്.
കൂട്ടത്തിൽ കുട്ടാപ്പി ഇവിടെ എൻ്റെ അടുത്തിരുന്നുകൊണ്ട് പടം വരപ്പ് കാര്യങ്ങളൊക്കെയാണ് അടുത്തിരുന്നിട്ട് കണ്ട ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അവൾ 12:30-12:45 ആയപ്പോഴേ ഫുഡ് കഴിച്ചു. അതിന് ശേഷം പടം വരപ്പും ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണ് സ്കൈ ആണോ അത് ഹാർട്ട് ക്ലൗഡാണോ ഓറഞ്ച് ട്രീ ആണോ അത്? അപ്പം എന്തായാലും ഞാൻ ഒന്ന് ഉറങ്ങിയൊക്കെ എണീക്കട്ടെ, എന്നിട്ട് അത് കാണാം. ഐ മീൻ മൂവിയൊക്കെ കണ്ട് ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് വന്ന് മെല്ലെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാം ഇല്ലേ? അവിടെ വീഡിയോ എടുക്കുമ്പോൾ ഒരു അങ്ങനെയൊക്കെ മൂവിയൊക്കെ കണ്ട് വിശാലമായിട്ട് ഉറക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴുണ്ട് അമ്മമ്മയും ചെറുമോളും കൂടെ സീഡ് നടാൻ വേണ്ടി പോയേക്കാണ് സൈഡിലോട്ട്. അയ്യോ, കുറേ ദിവസം കൊണ്ട് കുറേ ഓറഞ്ചിൻ്റെ സീഡ്, ഗ്രാപ്സിൻ്റെ സീഡ് എല്ലാം കൂടെ നുള്ളിപ്പറക്കി വെച്ച് നടക്കുകയാണ്. അപ്പോൾ അവൾക്ക് അവൾക്ക് ചെടി നടണമെന്ന് പറഞ്ഞില്ല, ചെടി നടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെടി നടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മൃഗങ്ങളോട് പട്ടി, പൂച്ച, കാക്ക, ചിലപ്പോൾ ഇതവളെ വല്ല ഫ്രണ്ടും ആയിരിക്കും. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കണ്ട. എന്തായാലും അതിനെ കാണിച്ചത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി. സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെ തകർത്ത ന്യായം പറച്ചിലാണ്. അമ്മേനെ പുറകെ നടത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ച് നടക്കാൻ കേട്ടോ. എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ വർത്താനം പറയും പോലെ. പിന്നെ കണ്ടില്ല, ഇതിലാണ് പല ടൈപ്പ് സീഡും അമ്മ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഏതാ പൊടിക്കണമെന്നറിയില്ല, എന്നിട്ട് മാറ്റി നടാന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. പിന്നെ ഇഷ്ടംപോലെ ചെടികൾ നട്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഇവിടെ എനിക്ക് അമ്മ ഇവിടെ മൽബറി നട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാണ് മൽബറി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതാ പ്ലാവ്, മാവ്, അങ്ങനെ പല ടൈപ്പ് ചെടികൾ, ഈ ചെടികൾ, മരങ്ങൾ ഒക്കെ ഇവിടെ വന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് കുളിച്ച് വന്നപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് കടലയും ചൂട് കത്തനും ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ ഞങ്ങളുടെ ഡെയിലിയുള്ള ഞങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഡ്രസ്സ് കാണാം എല്ലാവർക്കും. അവളുടെ ഡ്രസ്സ് കൊള്ളാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയേ ഉള്ളൂ.